ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരമാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു മസാല ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒരു കുക്കറിൽ ഒരു 3-4 കിഴങ്ങ് എടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, അത് മുങ്ങണ രീതിയിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ വെച്ച് 2 വിസിലും അടുപ്പിച്ചു. അപ്പോഴത്തേക്കും പുഴുങ്ങി കിട്ടും. പിന്നെ ഒരു 2 സവോള, കുറച്ച് ക്യാരറ്റ്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത്ര അരിഞ്ഞ് വെക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്യണം, ഉടയ്ക്കണം. കുറച്ച് തരിതരിയുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അതങ്ങനെ കിട്ടുമ്പോൾ നല്ല സ്വാദല്ലേ. അപ്പോൾ ഇതിത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും ഇട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു ഇഞ്ചി അരിഞ്ഞ് വെച്ച കുറച്ച് ഇഞ്ചി ഇട്ട് അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതിന് ശേഷം കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മുടെ സവോള അരിഞ്ഞ് വെച്ച സവോള അതിനകത്ത് ഇടുക. പിന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. അത് വെന്ത് പോകണ്ട, നമുക്ക് എന്താ പറയുക, ഒരു ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അത്രയും ആദ്യമായിട്ടാണ് മസാല ദോശ ഉണ്ടാക്കി നോക്കുന്നത്. നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മളതും നന്നായിട്ട് വഴറ്റി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ച ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിടണം. നമ്മൾ അതിട്ട് നോക്കി ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനൊരു പരുവത്തിൽ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ച കിഴങ്ങിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം ഉടയ്ക്കണ്ട, ഉടച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഉള്ള സ്വാദില്ലേ, ഇങ്ങനെ കുറച്ച് തരിതരിയായിട്ടിരിക്കുന്ന, ചിലർക്ക് അങ്ങനെ ഇഷ്ടമാണ്, ചിലർക്ക് നന്നായിട്ട് ഉടച്ചതാണ് ഇഷ്ടം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ദോശ ചുട്ടാലോ. ഞാൻ എടുത്തേക്കുന്ന ബ്ലൂബെറിയുടെ തവയാണ്. അതിൽ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് നല്ല മാവാണ്, വീട്ടിൽ ഉണ്ടാക്കിയ മാവാണ് കേട്ടോ. പക്ഷെ ആദ്യം ഉണ്ടാക്കിയത് പാളിപ്പോയായിരുന്നു. ദോശ ചുട്ടിട്ട് അത് റൗണ്ട് ഷേപ്പ് വന്നില്ല. പക്ഷെ രണ്ടാമത് ഞാൻ റൗണ്ട് ഷേപ്പിൽ ചുട്ട് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ആദ്യം ഉണ്ടാക്കിയിട്ട് പാളിപ്പോയില്ലേ. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ സെറ്റായിരുന്നു. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഫില്ലിങ്സ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ആ മസാല വെച്ച് ഫില്ല് ചെയ്ത്, ഇപ്പോൾ ചിലർ 2 മടക്കേ മടക്കും, ചിലർ മറ്റേ 3 മടക്കൊക്കെ മടക്കുന്നുണ്ട്. ഞങ്ങൾ 2 മടക്കേ വെച്ചുള്ളൂ, കാരണം റിസ്ക്കാണ്, ചെയ്യുമ്പോൾ പാളിപ്പോവും. അപ്പോൾ 2 മടക്ക് മടക്കി ഞങ്ങൾ കുറച്ചിട്ടു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.